ചെടി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എന്നാ ഐശ്വര്യായിട്ട് അത് മേടിച്ച് ഇഷ്ടപ്പെട്ട എന്താ പേരെന്താ മോളെ? അനുശ്രീ. ഓക്കെ. ആശ്രമ മൈതാനത്തിൽ നമ്മളൊരു ഫുൾ ലോഡ് സാധനം വന്നില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മള് ഇവിടെ വലിയൊരു ലോഡ് ഫുള്ള് റോസ് നോക്കി. ഞാൻ അത് നേരെ പോലെ നോക്കി, ഒരു ലോഡ് റോസ് നമ്മൾ സെറ്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടി പോവാണ്. അതിന് ഐശ്വര്യമായിട്ട് നമുക്ക് ആദ്യമേ ഇറക്കിയെന്ന് വെച്ചാൽ പ്ലാന്റ് വെക്കും. നല്ല ഉഷാറ് പ്ലാന്റ് തന്നെ ഇറക്കി വെക്കാനായിട്ട് പോവാണ്. നേരെ സാധോ ദാണ്ട് ഇപ്പൊ വന്ന ലോഡിനകത്ത് ഓർക്കിഡ് റോസ് കുറച്ച് ഒരുപാടില്ല, എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. അന്നേരം ഓർക്കിഡ് റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ കുറെ സാധനങ്ങളുണ്ട്. അടുത്ത ഓർക്കിഡ് റോസ് വെറൈറ്റി പ്ലാന്റുകൾ റോസ് തിരക്കിറങ്ങുന്നത് ഇതെല്ലാം അടിപൊളിയാണ്. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഓർക്കിഡ് റോസ് എന്തുവാണെന്നും ഏതാണെന്ന്. അടുത്ത ഓർക്കിഡ് റോസ് അതേപോലെ അടിപൊളി വെറൈറ്റി ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി റോസുകൾ അകത്തോട്ട് പ്ലാന്റുകൾ, അകത്തോട്ട് അറ്റം വരെ പ്ലാന്റ്, ഏകദേശം ഒരു 10,000-ഓളം പ്ലാന്റ് സെറ്റ് ചെയ്ത് ഇപ്രാവശ്യം കൊണ്ടുവന്ന് ഇറക്കാൻ പോവാണ്. വീണ്ടും ഓർക്കിഡ് റോസ്, വീണ്ടും ഓർക്കിഡ് റോസ്, ഇതും ഫുൾ ഓർക്കിഡ് റോസ്. അടുത്ത ഓർക്കിഡ് റോസ് കണ്ടാ. മക്കളെ ഒരു രക്ഷയിലാണ്. അടിപൊളി ഓർക്കിഡ് റോസ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾ തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിച്ചു. അടിപൊളി റോസ് ഇന്ന് ഞായറാഴ്ച രാവിലെ വെളുപ്പിന് ഇറക്കുന്നതാണ്. ഞായറാഴ്ച വെളുപ്പിന് ഇറക്കുന്ന ഒരു ലോഡ് റോസ് അടിച്ചു കയറി വാ. ഓടുകാണ്ട് ഇതേപോലെ അടിയിട്ടാണ് പ്ലാന്റ് വരുന്നത്. എന്നാലേ നമുക്ക് കൂടുതലായിട്ട് സ്പേസ് കിട്ടത്തുള്ളൂ. കാണില്ലേ നല്ല അടിപൊളിയായിട്ട് അടിയിട്ട് വന്നേക്കുന്ന റോസ് നമുക്ക് കാണാൻ. വലിയ റോസ് അടിപൊളി വെറൈറ്റികൾ. ഇത് കുറെ ദിവസം കഴിഞ്ഞിട്ടാ വരുന്നത്. ചിലപ്പോ നല്ല വെറൈറ്റികൾ എന്തായാലും പോലെ കിട്ടും. അടിച്ചു കയറി വാ. സമ്മർസ്റ്റോ വെറൈറ്റി റോസ്, അതുപോലെ ബട്ടൺ റോസ്, അതുപോലെ റെഡ് പിനാക്ക റോസ്. റെഡ് പിനാക്ക ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ളതാണ്. റെഡ് പിനാക്ക റോസ് അടിപൊളി റോസ് കുറെ ഉണ്ട്. ആവശ്യത്തിന് തീരുന്നതിന് മുന്നേ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇന്ന് ഞായറാഴ്ച പകൽ 7:30 മണിക്ക് ഇറക്കുന്ന ലോഡാണ്. 7:30 മണിക്ക്